മൂന്നാമത്തെ ക്ലാസ്സിൽ സംസാരിക്കുവാൻ വേണ്ടി നിർണയിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ്. പല തവണകളായി നമ്മൾ കേട്ടിട്ടുള്ള പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളുടെയും ജീവിതത്തിലൂടെ നമ്മൾക്ക് പരിശോധിക്കാവുന്ന ഏതാനും ചില കാര്യങ്ങൾ മാത്രം അല്പനേരം മഗ്‌രിബ് വരെയുള്ള സമയം കൊണ്ട് സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളുമായിട്ടൊരു യാത്ര പോയി തിരിച്ചു വരുന്ന സമയത്ത് പ്രവാചകൻ അല്പം ദൂരെയായി ഏതാനും ചില സഹാബാക്കൾ എന്തോ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായി പ്രവാചകൻ കണ്ടു. ഇതിൽ കൂടെയുള്ള സഹാബാക്കളോട് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവരെന്താണ് അവിടെ ചെയ്യുന്നത്? പ്രവാചകൻ വ്യംഗ്യമായിട്ട് ഇങ്ങനെ കാണുകയാണ്. സഹാബാക്കൾ പറഞ്ഞു, റസൂലുള്ളാഹ്, അവർ ഇന്നാലിന്റെ സഹാബിയെ മറമാടുകയാണ്, അഥവാ ഖബർ കുഴിച്ചവർ മറമാടുക. പിന്നീട് ഹദീസിൽ കാണുന്നത് അതുവരെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് ഖബർ കുഴിക്കുന്നിടത്തേക്ക് ഓടിയെന്നാണ്. അവിടെ ഓടിച്ചു. എന്നിട്ട് ഫജഖ, പ്രവാചകൻ അവിടെ മുട്ടുകുത്തിയിരുന്നു. പ്രവാചകൻ ആ മറമാടുന്ന സ്ഥലത്ത് മുട്ടുകുത്തിയിരുന്നു. എന്നിട്ട് ആ മയ്യത്ത് മറമാടുന്നതിന്റെ കൂടെ പ്രവാചകനും കൂടിയതിനു ശേഷം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് വിതുമ്പിക്കരഞ്ഞു. ബല്ലത്തറ, ഹദീസിൽ വന്ന വാക്കാണ് ബല്ലത്തറ, മണ്ണ് നനയാൻ മാത്രം പ്രവാചകൻ കരഞ്ഞു. അങ്ങനെ ഹദീസിൽ ഒരു പ്രയോഗം വരാൻ കാരണം ഒരു സാധാരണ കരച്ചിലല്ല. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കവിൾത്തടങ്ങളിലൂടെ വന്ന് താടിരോമങ്ങളിലൂടെ ഒഴുകി മണ്ണ് നനഞ്ഞു എന്ന് പറഞ്ഞാൽ ബുക്കാൻ ശരീരൻ, അതിശക്തമായി പ്രവാചകൻ. പ്രവാചകൻ മുട്ടുകുത്തിയിരുന്ന സഹാബി മറമാടുന്നത് വരെ പ്രവാചകൻ അവിടെ നിന്ന് കരഞ്ഞതിന് ശേഷം പിന്നെ സഹാബാക്കൾക്ക് നേരെ പ്രവാചകൻ തിരിഞ്ഞു നിന്നുകൊണ്ട് സഹാബാക്കളോട് പറഞ്ഞൊരു വാചകം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നിട്ട് പ്രവാചകന്റെ വാക്കുകൾ, ലിമിറ്റിലി യൗമിക്കും ഹാദാ, ഇതുപോലെ ഒരു ദിവസം നമ്മൾക്കും വരാനുണ്ട്. അതുകൊണ്ട് ഫസ്തഇദു, നിങ്ങൾ അതിനുവേണ്ടി ഇന്ന് തന്നെ തയ്യാറാകണം കേട്ടോ. പ്രവാചകൻ അവിടെ കൂടെയുള്ള സഹാബാക്കളോട് പറഞ്ഞ വാചകം, സഹാബാക്കളെ, ഇതേപോലെ ദിവസം നമുക്ക് വരാനുണ്ട്, നമ്മൾ അതിനു വേണ്ടി ഇന്ന് തന്നെ തയ്യാറാകണം കേട്ടോ. എന്തുകൊണ്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മയ്യത്ത് മറമാടാൻ വേണ്ടി വന്ന സഹാബാക്കളോട് നിങ്ങൾ ഇന്നു തന്നെ തയ്യാറാകണം എന്ന് പറയാനുള്ള കാരണം? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൂടെ ഈ യാത്രയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച സഹാബിയാണ് അദ്ദേഹം. പോരണം എന്ന് കിനാവ് കണ്ട ആളാണ്. പക്ഷെ അവസാനം വെച്ച് പോരാൻ കഴിയാതെ അദ്ദേഹം നാട്ടിൽ നിന്നു. നമ്മൾ ഏതാനും ദിവസം യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും അദ്ദേഹം ദുനിയാവിൽ പോയി. എത്ര ആഗ്രഹമുണ്ടോ അദ്ദേഹത്തിന്, എത്ര ആളുകളുമായി പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കാണ്ടാവും അദ്ദേഹത്തിന്, എത്ര സാമ്പത്തികമായ കടങ്ങളും ബാധ്യതകളും തീർക്കാനുണ്ടാവും അദ്ദേഹത്തിന്. ചില ആഗ്രഹങ്ങളുടെ വക്കത്തായിരിക്കും അദ്ദേഹത്തിന്. വേണ്ട, ഈ വന്ന നമ്മളുമായി ചിലരോടെങ്കിലും അദ്ദേഹത്തിന് പറഞ്ഞു തീർക്കാനോ സംസാരിച്ചു തീർക്കാനോ ഇടപാടുകളിൽ തീർക്കാനോ എന്തൊക്കെയോ കാര്യം ഉണ്ടാവൂലേ. പക്ഷെ ഒന്നിനും കഴിയാതെ തിരിച്ചു വന്നപ്പോഴേക്കും അദ്ദേഹം തിരിച്ചു പോയില്ലേ. സഹാബാക്കളോട് പ്രവാചകനാണ് വാചകം തരും, സഹാബാക്കളെ, ഇങ്ങനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഒന്നിനും കഴിയാതെ, ആഗ്രഹിച്ച പലതും നടപ്പിലാക്കാൻ കഴിയാതെ, നമ്മൾ പ്ലാൻ ചെയ്തതിന്റെ പകുതി ഭാഗം എത്തുമ്പോഴേക്കും നമ്മുടെ മുഴുവൻ പ്ലാനിങ്ങും തെറ്റുന്ന രൂപത്തിൽ കൊടുത്തു തീർക്കാനോ പൊരുത്തപ്പെടിപ്പിക്കാനോ പോയി കാണുവാനോ സംസാരിച്ച്
ഒത്തുതീർപ്പാക്കുവാനോ കാലതാമസവും പരിധിയും സമയവും വെച്ചാൽ ഒന്നിനും കഴിയാതെ ഇതുപോലെ അദ്ദേഹം പോയ പോലെയേ നമ്മളും പോകാനുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ അവനവന്റെ മരണത്തിനും അവനവന്റെ പരലോകത്തിനും വേണ്ടി തയ്യാറായി നിൽക്കും. പ്രവാചകൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയും? ലോകത്തേത് നമുക്ക് ദുനിയാവിൽ നഷ്ടമുണ്ടല്ലോ. ആയുസ്സും അള്ളാന്റെ തൗഫീഖും ഉണ്ടെങ്കിൽ ആ നഷ്ടത്തെ ഒന്നുകിൽ നമുക്ക് അതിജയിക്കാനോ അല്ലെങ്കിൽ ആ നഷ്ടത്തെ നമ്മൾക്ക് പതിയെ പതിയെ ഇല്ലാതെയാക്കാനോ കഴിയും. ഇപ്പൊ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസം നാട്ടിൽ അനുഭവിച്ച കുറെ ആൾക്കാരുണ്ട്. കച്ചവടം തുടങ്ങി ഉള്ള പൈസ മുഴുവൻ അവനവന്റെ ജീവിതത്തിൽ ചെലവഴിച്ചിട്ട് ആ കച്ചവടം എന്നേക്കുമായിട്ട് ഒന്നാകെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ ബിസിനസ് പൊട്ടി തരിപ്പണമായ ആൾക്കാരുണ്ട്. അതോടുകൂടി അവരുടെ ജീവിതം അവസാനിച്ചില്ല. ബാക്കി വന്ന നാണയത്തുട്ടുകൾ ശേഖരിച്ച് പിന്നീട് 10 കൊല്ലം കൊണ്ട് 10 കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ട കച്ചവടത്തിനേക്കാളും കൂടുതൽ സാമ്പത്തികമായി മെച്ചത്തിൽ വന്ന എത്രയോ ആൾക്കാരുണ്ടല്ലോ. നാട്ടിൽ ഒരുപാട് ഏർപ്പാടുകൾ നടത്തി പരാജയപ്പെട്ട് ഒരു തവണ വിസിറ്റിങ്ങിന് ഇവിടേക്ക് വന്ന് അതിനും ക്ലച്ച് പിടിക്കാതെ മറ്റൊരു നാട്ടിൽ വീണ്ടും പോയി 3ാമത്തെ രാജ്യമായിട്ട് ഖത്തർ തെരഞ്ഞെടുത്തിട്ട് ഇവിടെ വന്ന് അത്രയും കാലം നഷ്ടപ്പെട്ട മുഴുവൻ സമ്പത്തിനേക്കാളും അപ്പുറം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നേടിയെടുത്ത ആൾക്കാരുടെ രസങ്ങളെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ കുട്ടി SSLCക്ക് പഠിക്കാൻ അവരോട് നമ്മൾ കുറെ പറഞ്ഞു, പഠിക്കണവുമായി ബന്ധപ്പെട്ട കുറെ നിയമങ്ങൾ അവരോട് പറഞ്ഞു, അതിന്റെ പ്രാധാന്യം പറഞ്ഞു. ഒന്നും അവർ ചെവിക്കൊണ്ടില്ല. പരീക്ഷകൾ തോറ്റു. അതോടുകൂടി അവൻ SSLC എന്നുള്ള സ്വപ്നം കഴിഞ്ഞോ? ഇല്ല. അടുത്ത സെപ്റ്റംബറിൽ അവൻ ചിന്തിച്ച് പഠിച്ചാൽ എഴുതിയെടുക്കാൻ. ദാമ്പത്യ ജീവിതം ഒരാളുടേത് സുഭിക്ഷമായ ആൾക്കാരെയൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുത്ത് അയാളുടെ കല്യാണം കഴിഞ്ഞു. 1 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ അവളുടെയോ അദ്ദേഹത്തിന്റെയോ ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസവും പ്രശ്നങ്ങളും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വന്നു. ദുനിയാവിൽ പരിഹാരമില്ലേ? ഉണ്ട്. ഇസ്ലാമിൽ അള്ളാഹുവിന്റെ തൗഫീഖും അള്ളാഹു നൽകുന്ന ആയുസ്സുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നഷ്ടങ്ങൾക്ക് പരിഹാരമുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് അള്ളാഹ് തന്ന ഈ ജീവിതം അവസാനിച്ചാൽ എന്ന് നമ്മൾ നേർക്കുനേരെ പറഞ്ഞാൽ നമ്മൾ ധരിച്ച വസ്ത്രം നമ്മൾക്ക് അഴിക്കാൻ കഴിയാതിരുന്നാൽ, നമ്മൾ മുകളിലേക്കെടുത്ത് അല്ലെങ്കിൽ താഴോട്ട് വിട്ട വായു മുകളിലേക്ക് രണ്ടാമതൊന്നുകൂടി വലിക്കാൻ കഴിയാതിരുന്നാൽ, നമ്മൾ വെച്ച സ്റ്റെപ്പ് രണ്ടാമത് നമ്മൾക്ക് വെക്കാൻ കഴിയാതിരുന്നാൽ, അഥവാ നമ്മൾ മരിച്ചാൽ പിന്നെ ദുനിയാവിൽ നന്നാകാനോ പൊരുത്തപ്പെടിപ്പിക്കാനോ ഖേദിച്ച് മടങ്ങാനോ ജീവിതം നന്നാക്കാനോ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാനോ മറ്റൊരവസരമില്ല എന്നുള്ളതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭയാനകത. എന്റെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള മറ്റൊരു കുടുംബമുണ്ട്. അദ്ദേഹം ആ വീട്ടിൽ വാപ്പ ഉമ്മ 3 മക്കളാണ്. ഭാര്യയും 3 മക്കളും നല്ല രീതിയാണ്. ഭർത്താവ് ഗൾഫിലാണ്. ഇക്കാക്ക് നല്ല മനുഷ്യനാണ്, നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റാണ്. പക്ഷെ അദ്ദേഹം ഒരു ചെറിയൊരു സെറ്റ് ഉണ്ട്, ഗ്യാങ് ഉണ്ട്, ഗൾഫിൽ നിന്ന് കിട്ടിയതാണ്. മദ്യപിക്കും, പരസ്യമായിട്ട് രഹസ്യമായിട്ട് മദ്യപിക്കും. ആൾക്കാരെല്ലാവരും കൂടി ഉണ്ടാവും നിസ്കരിക്കാൻ പള്ളിയിൽ വരും. എന്നാൽ ഒറ്റയ്ക്കാവുമ്പോൾ നിസ്കാരത്തെ ശ്രദ്ധയൊന്നുമില്ല. അപ്പൊ അദ്ദേഹം നല്ല സ്വഭാവവും പെരുമാറ്റവും എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹം 6 മാസം 7 മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് വരും. വരുന്ന സമയത്തേക്ക് നമ്മുടെ പ്രവർത്തകന്മാര് അദ്ദേഹത്തെ പോയി കാണും. എന്നിട്ട് അദ്ദേഹത്തോട് സംസാരത്തിന് അവസാനം പറയും, കാക്ക നോക്കി നിങ്ങൾ നാട്ടിൽ വന്നാലും 1 മാസം ഉണ്ടാവില്ലേ, പള്ളിയിട്ട് വരണട്ടോ, ബന്ധപ്പെടണട്ടോ. അവനാണ് 3 കുട്ടികളൊക്കെ ആയില്ലേ, ഇനി ആ മദ്യപാനൊക്കെ ഒന്ന് ഒഴിവാക്കണം. ഒന്നും അദ്ദേഹം എതിർത്ത് പറയില്ല. തലങ്ങൾ താഴ്ത്തി നിന്ന് വിനയാനിതനായി തെറ്റാണ് ചെയ്യുന്നത് എന്ന ബോധത്തിൽ തന്നെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും തുടങ്ങും. അവസാനം 3ാമത്തെ കുട്ടിയുടെ കല്യാണം ഏകദേശം ഉറച്ചു. 21 വർഷത്തെ പ്രവാസ ജീവിതം നിർത്തിയിട്ട് അദ്ദേഹം നാട്ടിൽ വന്നു. നിർത്തി 21, കാരണം മകളുടെ കല്യാണം ഉറപ്പിച്ചെല്ലാം കഴിഞ്ഞു. അതിന് വേണ്ടിയുള്ള നെട്ടോട്ടോട്ടത്തിലാണ്. ആ നിർത്തി വന്ന ഉടനെ നമ്മുടെ പ്രവർത്തകന്മാർ വീണ്ടും ചെന്നു. നോക്കി, ഗൾഫ് കഴിഞ്ഞില്ലേ, കമ്പനിയൊക്കെ സെറ്റ് കഴിഞ്ഞില്ലേ, 3ാമത്തെ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചില്ലേ, അള്ളാഹു ദുനിയാവിലൊക്കെ തന്നില്ലേ, ഇനി നിസ്കാരം തുടങ്ങണം, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കണം, തെറ്റ് നിർത്തണം. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകം നമ്മുടെ പ്രവർത്തകരോട്, ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ തീരുമാനം തന്നെ വന്നിട്ടുള്ളത്. ഈ കല്യാണം കഴിയട്ടെ, ഇപ്പൊ അതിന്റെ ഓട്ടത്തിലാണ്, ഈ കല്യാണം കഴിയട്ടെ, ഇൻഷാ അല്ലാഹ് ആ ഒരു തീരുമാനത്തിലാണ്. നമ്മുടെ വിവാഹത്തിന്റെ 6 ദിവസം മുന്നേ അറ്റാക്ക് ഒന്ന് മരിച്ചു. 6 ദിവസം മുന്നേ അറ്റാക്ക് ഒന്ന് മരിച്ചു. ആ വ്യക്തി നിലക്ക് പോട്ടെ, ആ വ്യക്തിയെ പറഞ്ഞേക്ക്, അത് നമ്മളാ നോക്കുക. എന്താ നമ്മൾ അല്ലാണ്ട് പോയി പറയാൻ? പടച്ചോനെ ഒരാഴ്ചയും കൂടി നിന്നിരുന്നെങ്കിൽ ഞാൻ നന്നാകാമായിരുന്നു.
അള്ളാഹു ഒരു 7 ദിവസം നീ എനിക്ക് നൽകിയിരുന്നെങ്കിൽ ഞാൻ നിസ്കാരം തുടങ്ങാമായിരുന്നോ? പടച്ചോനെ, ഒരു 10-15 ദിവസം കൂടി നാഥാ നീ എനിക്ക് ആയുസ് തന്നിരുന്നെങ്കിൽ ഞാൻ നീ നിഷിദ്ധമാക്കിയ ലഹരി ഒഴിവാക്കാമായിരുന്നോ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞു, ജീവിതം കഴിഞ്ഞു. പടച്ച തമ്പുരാൻ തന്ന സമയം കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞു. പ്രവാചകനിൽ നിന്നാണ് എന്ന് പറയപ്പെട്ട ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താ പ്രവാചകന്റെ വാക്കല്ലോ? അദ്ദുനിയാവ് ഇങ്ങനെ പോയോണ്ടിരിക്കാൻ ഞാൻ പ്രവാസികളായ എന്റെ ഉപ്പമാരുടെ ഉമ്മമാരുടെ സംസാരിക്കണത്. നമ്മുടെ ചെറുപ്പകാലം ഒരിക്കൽ പോലും ഗൾഫിലേക്ക് വരണം ആഗ്രഹിച്ചു വന്നവർ വളരെ കുറവായിരിക്കും ഉണ്ടാവുക. സാഹചര്യമോ ജോലിയോ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് വന്നവരുണ്ടാവും. ദുനിയാവ് അവനാന്റെ ചെറുപ്പകാലം, വാപ്പ അമ്മ കല്യാണം കുടുംബം ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഇങ്ങനെ ദുനിയാവ് ഇങ്ങനെ പോകാൻ ഇഷ്ടപ്പെട്ടവർ പലരും മരണപ്പെട്ടു, മരിച്ചിടത്ത് പോകാൻ കഴിയാത്തവരുണ്ട്, സ്കൂളിൽ വാർഷികം നടക്കുമ്പോൾ പൈസ അയച്ചിട്ട് ഇവിടുന്ന് കരയുന്നവരുണ്ട്, എത്തിപ്പെടാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടക്കാത്തവരുണ്ട്. ദുനിയാവ് അങ്ങനെ പോവുകയാണ് കൂട്ടരെ, ദുനിയാവ് ഇങ്ങനെ പോവുകയാണ്. പരലോകം, ഖബർ, വിചാരണ, ഭയാനകമായ അള്ളാഹുവിന്റെ ശിക്ഷകൾ, പടച്ച തമ്പുരാനൊരുക്കിയ സുന്ദരമായ സ്വർഗ്ഗം എല്ലാം ഇങ്ങോട്ടും വരികയാണ്. അതിന്റെ മധ്യത്തിലാണ് ഖത്തറിന്റെ ഇസ്ലാഹി സെന്ററിൽ 40ാം വാർഷികത്തിന്റെ ഭാഗമായി ഷാഹിദ് മുസ്ലിം ക്ലാസ് എടുക്കുന്നത്. എന്റെ കൂടെ ഇരിക്കുന്ന എന്റെ നല്ലവരായ ഉപ്പമാരും ഉമ്മമാരും ഇങ്ങനെ സംവിധാനത്തിൽ ഒരുമിച്ച് കൊണ്ടത്. ഇങ്ങോട്ട് വരുന്ന പരലോകവും അങ്ങോട്ട് പോണ നമ്മളും അതിന്റെ മധ്യത്തിലാണ് ഈ പ്രോഗ്രാം. പ്രവാചകന്റെ വാക്കെന്തറിയും, വലിക്കുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ. ദുനിയാവ് മാത്രം ലക്ഷ്യപ്പെട്ട് ജീവിച്ചു പോകേണ്ട മൗലവി, ജീവിക്കേണ്ട മൗലവി, അതിനല്ലേ ഇങ്ങോട്ട് വന്നത് എന്ന് മാത്രം ചോദിച്ച് ജീവിക്കണ കുറെ ആൾക്കാരുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അവനവന്റെ ദുനിയാവിനും മഈശത്തിനും വേണ്ടി ഞാൻ അധ്വാനിക്കുന്നതോടൊപ്പം അവനവന്റെ പരലോകം കൂടി ഞാൻ തന്നെയാണ് നോക്കേണ്ടത് എന്ന ബോധ്യത്തോടുകൂടി പരലോകം കൂടി ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. 2 ടീമുണ്ട്. ഖത്തറിൽ വന്നവർ 2 ടീമുണ്ട്. നാട്ടിൽ താമസിക്കുന്നവർ 2 മുസ്ലിമീങ്ങളുണ്ട്. 2 പേരും ബാങ്ക് കേട്ട് അവനവന്റെ ഉമ്മയുടെ ഗർഭാത്രത്തിൽ നിന്ന് ബാങ്ക് കേട്ട് മുസ്ലിമായി വന്നവരാണ്, മദ്രസയിൽ പഠിച്ചവരാണ്. പക്ഷെ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ബിസിയാണ്. എന്തിനാണ്? കുട്ടികൾക്കും മക്കൾക്കും സന്തോഷം ജീവിക്കാൻ. അയാൾ ബിസിയാണ്, അവൾ ബിസിയാണ്. രണ്ടാമത് ഈ ബിസിയോടൊപ്പം അവനവന്റെ കാര്യങ്ങൾ കൂടി നോക്കണമല്ലോ, പരലോകം ഞാൻ തന്നെ ശ്രദ്ധിക്കണമല്ലോ എന്ന ബോധത്തിൽ 2ഉം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് പ്രവാചകന്റെ വാക്കെന്നറിയും, കൂനു അബനാഅൽ-ആഖിറ. ഇസ്ലാഹി സെന്ററിൽ വന്നവരെ, വിശ്വാസികളെ, നമ്മൾ 2ാമത്തെ വിഭാഗമാണ് ആകേണ്ടത്. വലാ തകുനു അബനാഅ ദുനിയ. ദുനിയാവ് മാത്രം രാവിലെ പണിക്കിറങ്ങ, വൈകുന്നേരം പോയ വെക്കേഷൻ വീട്ടിൽ പോകുക, വേറൊരു ഏർപ്പാടില്ല, വേറെ നമുക്ക് സമയമല്ല എന്ന് പറയുന്നവരാകരുത്. അതിന് മുസ്ലിം ആകേണ്ട. എന്തേ അങ്ങനെ പരലോകവും ചിന്തിക്കണം എന്ന് പറയാൻ കാരണം അതാ വിഷയം. ഹാദിഹി ദാറുൽ അമൽ. ഈ വാചക ഉമ്മാരും കൂടി ശരിക്കും ശ്രദ്ധിക്കണ്ടോ. ഹാദിഹി ദാറുൽ അമൽ, ഇത് മാത്രമാണ് പ്രവർത്തിക്കാൻ അള്ളാഹു തന്ന ഏക സ്ഥലം, ഏക സമയം, ഏക സന്ദർഭം. എന്റെ കുട്ടിയുടെ വിവാഹം നടക്കുന്നതിനിടയിൽ, എനിക്ക് നാട്ടിൽ വീട് കയറ്റുന്നതിനിടയിൽ, എന്റെ മക്കളെ പഠിപ്പിക്കുന്നതിനിടയിൽ, എന്റെ ആഗ്രഹങ്ങളും എന്റെ യാത്രകളും പൂർത്തീകരിക്കുന്ന ഇടയിൽ വേണം നിസ്കരിക്കാൻ, നോമ്പ് വയ്ക്കാൻ, സ്വതക്ക കൊടുക്കാൻ, പടച്ച തമ്പുരാന്റെ ദഅവത്തിന് വേണ്ടി ഇറങ്ങാൻ, അവനവനോട് അള്ളാഹു പറഞ്ഞ ദിക്റുകളും ദുആകളും ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ. കല്യാണമൊക്കെ കഴിഞ്ഞ് വീടൊക്കെ കയറ്റി അവനവന്റെ ജീവിതത്തിൽ എല്ലാ സ്വപ്നങ്ങളും കഴിഞ്ഞിട്ട് ഒരു 4 മാസം ഞാൻ നിങ്ങൾക്ക് തരും, ആ സമയത്ത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ടോ, അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കുന്ന ആണോ സ്വന്തം അള്ളാഹ് പറഞ്ഞത്? അല്ല. വീടിന് വേണ്ടി പൈസ കൂട്ടിന്റെ ഇടക്കാണ് സ്വതക്ക കൊടുക്കേണ്ടത്. ആണ് അവനാന്റെ കുട്ടിന്റെ കല്യാണത്തിന് വേണ്ടി അധ്വാനിക്കുന്നിടക്ക് അവനാനമാക്കരുതെന്നാണ് പറഞ്ഞത്. നാട്ടിൽ കുട്ടികൾക്ക് വേണ്ടി ഫീസ് കൊടുത്തേക്കുന്നതിന്റെ ഇടക്ക് വേണം അവനവന്റെ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാൻ. കാരണം അള്ളാഹു നമുക്ക് സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അധ്വാനിക്കാനും അള്ളാഹു തന്ന ഏക സമയം, സഹോദരങ്ങളെ, ഇപ്പൊ ഈ ജീവിക്കുന്ന ഈ കാലാണ്. ആ തന്ന സമയത്തിലാണ് 34 വയസ്സായത്, ആ തന്ന ആയുസിലാണ് 44 ആയത്, ആ തന്ന ആയുസിലാണ് 60 എത്തി നിൽക്കുന്നത്. വേറെ സമയമല്ല കേട്ടോ. എന്താ പറഞ്ഞത്? വദൻ ദാറുൽ ഹിസാബ്. മരിച്ചാൽ പിന്നെ വിചാരണ മാത്രമാണ്. ഞാൻ മരിച്ചു, കബറിലെത്തി, കബറിൽ കിടക്കണം, ഞാൻ 2 സുബ്ഹാനല്ലാഹ് ചെല്ലാന്ന് വിചാരിച്ചാൽ നടക്കൂല, കൂലിയില്ല, പടച്ചോ സ്വീകരിക്കൂല. പരലോകത്ത് വിചാരണയ്ക്ക് പടച്ചതെന്താ നിൽക്കുന്ന സമയത്ത് എന്നെ ഇടയ്ക്കലേക്ക് വിചാരണത്തിന് മുന്നേ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചാൽ കഴിയില്ല, നടക്കൂല, കൂലിയില്ല.
പടച്ച തമ്പുരാൻ നാളെ രക്ഷാശിക്ഷകൾ വിളിക്കിന്റെ ഇടക്ക് ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം. സുബഹിന്റെ മുന്നോ ശേഷം ചൊല്ലിയാൽ മതി. ദുനിയാവെന്ന് ചൊല്ലാൻ പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ എത്രയോ കേട്ടിട്ടുണ്ട്. ഓരോ ദിക്റിന്റെയും ദുആകളുടെയും സദഖയുടെയും പുണ്യം കേട്ടിട്ടുണ്ട്. ഞാൻ പരലോകത്ത് നിൽക്കുമ്പോൾ തൊട്ടടുത്തുള്ളവന് അവനാന്റെ കീശിൽ പോലെ പൈസ ഇങ്ങനെ കൊടുത്തു നോക്കുക, അല്ലെങ്കിൽ കയ്യിലുണ്ട് നോക്കുക, കൊടുത്തു സ്വീകരിക്കൂല. പ്രതിഫലമല്ല. കൊടുക്കണമെങ്കിൽ, നിസ്കരിക്കണമെങ്കിൽ, ദഅവത്തിനിറങ്ങണമെങ്കിൽ, മക്കളെ നന്നാക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണമെങ്കിൽ അള്ളാഹ് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഈ കാലത്തിനുള്ളിൽ ചെയ്യണം. ആവർത്തിക്കുന്നുണ്ടോ? അതിനിടക്ക് കല്യാണം ഉണ്ടാകും, അതിനിടക്ക് കുട്ടിനെ കെട്ടിക്കേണ്ടി വരും, അതിനിടക്ക് ജോലിക്ക് വേണ്ടി അന്വേഷിക്കേണ്ടി വരും, അതിനിടക്ക് ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടായ്മ. എന്നാലും ജീവിതത്തിന്റെ ലക്ഷ്യത്തിന്ന് ഇതൊന്നും തടസ്സമായിട്ട് മാറരുത്. ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാണ്ടി. നമ്മുടെ മനസ്സിൽ ശരിക്കുണ്ടാകും. രണ്ട് സംഭവം കൂടി പറയട്ടെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ സമയത്തിന്റെ പരിമിതിയോട് പെട്ടെന്ന് അവസാനിപ്പിക്കണം. രണ്ട് സംഭവം. ഒന്ന്, എന്റെ വീടിന്റെ തൊട്ടടുത്താണ്. ഞാൻ ഗൾഫുകാരുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ പറഞ്ഞു. പെട്ടെന്ന് ഗൾഫിൽ നിന്ന് വെക്കേഷനിലോ ഒരു 2 മാസം അവധിക്കത്തെ വന്നൊരു സഹോദരനുണ്ട്, ഒരു പെണ്ണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീടിന്റെ പണി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ശനി ഞാനും പ്രോഗ്രാം ഇല്ലാത്ത ദിവസം ബാപ്പി ഞങ്ങൾ ഇങ്ങനെ പള്ളിക്ക് പോകും. അപ്പൊ പള്ളിന്റെ ഒരു 150 മീറ്റർ പുറത്താണ് ഞങ്ങളുടെ വീട്, അദ്ദേഹത്തിന്റെ വീട്. അപ്പൊ ഞങ്ങളിങ്ങനെ പോകുമ്പോ പള്ളിങ്ങനെ പോകുമ്പോ അദ്ദേഹം വീട് പണിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണ്ടാവും, തുണി ഇങ്ങനെ കുത്തിയാളിങ്ങനെ വെക്കും. അപ്പൊ ഞങ്ങളിങ്ങനെ പോകുമ്പോ അദ്ദേഹം ടൈം നോക്കിട്ട് ദുർബാങ്ക് കൊടുത്തൂലേ, അവിടുന്ന് അയാൾ അങ്ങൊന്നുമില്ല കേട്ടോ, വെറുതെ ഞാൻ പറയും ദുർബാങ്ക് കൊടുത്തൂലേ. അപ്പൊ ഞങ്ങള് പോവും, നിസ്കാരിക്കും. കഴിഞ്ഞിങ്ങനെ വരുമ്പോ മുക്കിങ്ങനെ നിന്നിട്ട് അതേ നിൽക്കണ്ടാവും. അപ്പൊ ദുർബ് പെട്ടെന്ന് കഴിഞ്ഞൂലേ. അവിടുന്ന് വേറെ നമ്മളെ സമാധാനിപ്പിക്കാനാണ്. കാരണം മൗലവിയാണ് പോണത്, ബാപ്പ മൗലവിയാണ്. മിമ്പർ വന്നാൽ 2-ാമത്തെ മിനിറ്റ് വഷളാക്കിയിട്ട് ബാപ്പനെ ആസ്വദിപ്പിക്കാൻ. അപ്പം പോവുകയാണ്, അങ്ങോട്ടും വരും. അസറിന് നമ്മൾ നമ്മൾ പള്ളിക്ക് പോവുകയാണ് ഉള്ള സമയത്ത്. അപ്പോൾ അദ്ദേഹം ആദ്യത്തെ തവണ തുണി ഇങ്ങനെ പിടിച്ചാണ് ഇങ്ങനെ വെക്കണമെങ്കിൽ അസറിന് ഇങ്ങനെ മാറിയിട്ടുണ്ടാവും, വേറെ മാറ്റുന്നുണ്ടാവില്ല. ഇങ്ങനെ പറഞ്ഞ അദ്ദേഹം നിൽക്കും. എത്ര പെട്ടെന്ന് അസർ ആയില്ലേ, വേറെ ഒന്നുമില്ല. ഞാൻ ഒരു വ്യക്തിയെ ഒരിക്കലും ആക്ഷേപിക്കല്ലോ, വ്യക്തിപിടി. പക്ഷെ ആ വാദം എങ്ങനെ മനസ്സ് കൊടുക്കുകയാണ്. 1 മാസമായി അദ്ദേഹത്തിന് വീട് അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞു. ഒരു സുബഹിക്കില്ല, വീട്ടിൽ നിസ്കരിക്കണ്ടാവും. അല്ലാഹു അഅലം. നമ്മൾ ഒരിക്കലും ഒരാളെ നല്ല ഒരാളെ പറ്റി നല്ലത് ചിന്തിക്കലാണ് ഏറ്റവും നല്ല ആരാധന. പക്ഷെ പള്ളിയുമായി ബന്ധപ്പെട്ട അദ്ദേഹം എടുത്തില്ല. 150 മീറ്റർ പള്ളിക്കും 1 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അവിടെ കാണില്ല. എന്ന് പറഞ്ഞാൽ വീടിന്റെ അയലോകത്താണ്, കാണില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ ചോദിച്ചു, അല്ലക്കാക്ക അവിടെ? അതിൽ പറഞ്ഞു അനിയന്റെ വീട് അവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. അനിയൻ ഗൾഫിലാണ്. അപ്പൊ അനിയന്റെ വീടിന്റെ പണി കൂടി അദ്ദേഹത്തെ നോക്കാൻ ഏൽപ്പിച്ചതാണ്. അദ്ദേഹം ഇവിടുന്ന് അദ്ദേഹത്തിന്റെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ചുരുക്കി പറഞ്ഞ ആ 1 മാസം രാവിലെ ഇവിടുന്ന് പോവും, അനിയന്റെ വീട് പണി കഴിയും, ഒക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. പിന്നെ ഗൾഫിലേക്ക് തിരിച്ചു പോകട്ടോ, തിരിച്ചു പോരാണ്. പോലും തലേന്നുണ്ടല്ലോ നമ്മള് അയൽക്കാരൊക്കെ ഒന്നുകൂടി ഞാൻ നാളെ പോവുകയാണ്, നമ്മൾ മരുമിനൊന്ന് വരികയാണെങ്കിൽ ചെറിയൊരു ചായ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാരെയും വിളിച്ചു, ചായ കുടിച്ചു. എന്താ ഗൾഫിലേക്ക് പോകാൻ അദ്ദേഹത്തിന് എയർപോർട്ടിലേക്ക് എത്തേണ്ടത് 5 മണിയുടെ ആ ടൈമാണ്. വീട്ടിൽ നിന്ന് അദ്ദേഹം സ്വാഭാവികമായിട്ട് ഇറങ്ങണം. ഒരു 3:30 നിലമ്പൂർ ഭാഗത്തൊരു 3:30 3:15 ഇറങ്ങണം. ഭാര്യ അദ്ദേഹത്തെ 3 മണിക്ക് വിളിച്ചുണർത്തി. എഴുന്നേറ്റില്ല. കട്ടിയോടുകൂടി അദ്ദേഹം കിഴുങ്ങി. കഴിഞ്ഞു, ദുനിയാവ് കഴിഞ്ഞു. ഞാൻ ആവർത്തിക്കട്ടെ, വ്യക്തി എന്നുള്ള അദ്ദേഹത്തെ മാറ്റി. എന്താണ് പടച്ചോന്റെ മുന്നിൽ പറയാം? വീടവരുണ്ട്. അനിയന്റെ വീട് ശരിയായി, അദ്ദേഹത്തിന്റെ വീട് ശരിയായി, ഭാര്യയും കുട്ടികളുണ്ട്. അദ്ദേഹം പോയി 150 മീറ്റർ അപ്പുറത്ത് അള്ളാഹു ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ എന്ന് വിളിക്കുമ്പോഴേ പണിക്കാരനെ വിചാരിച്ച് പള്ളി പോകാത്തവൻ അള്ളാഹു കൊണ്ടുപോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കല്യാണവുമായി ബന്ധപ്പെട്ട് മകളുടെ കല്യാണത്തിന്റെ 6 ദിവസം മുന്നേ മരിച്ചോല്ലേ. ഇനി ദുനിയാവും കൂടെ അറിയാം. ഞാൻ പ്രവാസികളായി പഠനമാണ്. 6 ദിവസം മുന്നേ വാപ്പ മരിച്ചു. 21-22 കൊല്ലം അധ്വാനിച്ച വാപ്പ മരിച്ചു. കല്യാണം പോസ്റ്റ്പോൺ ചെയ്യും 1 മാസം അപ്പുറത്തേക്ക്. ഇവിടെ എന്താണ്ടായി അറിയോ? നബിദിനത്തിന്റെ അന്ന് നമ്മുടെ നാട്ടിലുള്ള പള്ളികളുടെ മുകളിലൂടെ LED ബൾബിടുന്ന പോലെ 1 മാസം കഴിഞ്ഞിട്ട് വാപ്പ മരിച്ച് 1 മാസത്തേക്ക് അങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്തിട്ട് ആ വീടിന്റെ മുകളിലൂടെ LED ബൾബ് ഇട്ടിട്ട് കല്യാണം സുഭിക്ഷമായിട്ട് നടത്തി. ഇപ്പൊ എന്താ കാര്യം? മകളെ 3 പേര് കല്യാണം കഴിപ്പിച്ച് ഭാര്യക്കും കുട്ടികൾക്കും താമസിക്കാൻ വീടുണ്ടാക്കി, കുടിച്ച് നിസ്കരിക്കാതെ
21 കൊല്ലം പ്രവാസിയും നയിച്ചിട്ട് കല്യാണത്തിന്റെ 6 ദിവസം മുന്നേ അദ്ദേഹം മരിച്ചുപോയി. അവനാന്റെ വീട് പണിയും അനിയന്റെ വീട് പണിയും 2 മാസം നോക്കി നടന്ന് പള്ളിന്റെ തൊട്ടുപ്പുറത്ത് ജീവിച്ചിട്ട് മുഴുവൻ ആളുകൾക്കും എല്ലാം ഉണ്ടായി കൊടുത്തിട്ട് അവനാന്റെ ജീവിതത്തിൽ നല്ല ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് അള്ളാന്റെ അടുത്തേക്ക് തിരിച്ചുപോയി. ഇത് മനസ്സിന്ന് പോകരുത്, ഇത് മനസ്സിന്ന് പോകരുത്. നാട്ടിൽ ഒരൊറ്റ കുട്ടി പോലും പ്രവാസിയായി മനുഷ്യരോട് എന്ത് പറഞ്ഞല്ലോ, പരലോകം കൂടി അധ്വാനിക്കണട്ടോ, അതിന് ഖത്തറിലെ ജീവനേ ഉള്ളൂ ഒരൊറ്റ കുട്ടി പറയില്ല. മറിച്ചെന്താ പറയും, ഇജ് പോയത് പെരപ്പണിന്റെ കാര്യത്തിനാട്ടോ, ഒഴിവായിരുന്നിട്ടോ, ഇജ് പോയത് പെങ്ങളെ കെട്ടിക്കാനാട്ടോ, മറക്കരുതിട്ടോ, ഈ പോണത് മൂത്തോടെ കാര്യം ശരിയാക്കാനാട്ടോ, അന്റെ അഞ്ചന്മാര് എട്ടന്മാര് എന്നെ കണ്ട് വളരുന്നുട്ടോ, നമ്മളൊക്കെ ശരിയാണ്, അതൊരു സംശയമില്ല. അവരൊക്കെ ശരിയാക്കുന്ന കൂലിയുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, വിശ്വാസികളായ നമ്മളോട് എല്ലാ സമയത്തുള്ള സ്വാർത്ഥരാകരുത്, സ്വാർത്ഥരാകരുത്, സ്വാർത്ഥരാകരുത് എന്ന് പറയുന്ന പടച്ചവൻ പരിശുദ്ധ ആയത്തിനറിയോ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം മറക്കരുത്. എന്താണ് പറഞ്ഞറിയോ, ഏട്ടനും അയ്യന്മാരും ഗൾഫ് കൊണ്ടുവരണം, പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവനാന്റെ വീട്ടിൽ നിന്ന് നല്ല വീട് കയറ്റണം, നല്ല കാര്യം തന്നെയാണ്, ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവിടേക്ക് എത്തുമ്പോഴേക്ക് അവരുടെ ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് ഉണ്ടാകും, നല്ല കാര്യം നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷെ അലൈക്കും അൻഫുസക്കും, അതിനിടയ്ക്ക് അവനാന്റെ പരലോകവും അവനാന്റെ ഖബറും അവനാന്റെ സ്വർഗലോകവും വേറെ ആരും ചെയ്യൂലട്ടോ. അത് മറക്കണ്ട, അത് മറക്കണ്ട. അതൊരൊറ്റ കുട്ടിയും നമ്മൾക്ക് ഓർമ്മപ്പെടുത്തി തരൂല, ഒരാളെ പോലും ഓർമ്മപ്പെടുത്തി തരില്ല. നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി, എന്റെ മുന്നിൽ എന്റെ നല്ലൊരു അഭിപ്രായം മാറും, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകട്ടോ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാപ്പയാകാം, ഉമ്മയാകാം, വല്യാപ്പ വല്യമ്മയാകാം, ഇവർ മരണപ്പെട്ടവർ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഏതെങ്കിലും മരണപ്പെട്ട ആൾക്കാരെന്ന് മനസ്സിലൊന്ന് ആലോചിക്കും. വാപ്പേ ഉമ്മയെ മരിച്ചവരുണ്ടെങ്കിൽ അവർ ആലോചിക്കുക, വല്യാപ്പാരെ വല്യമാരുണ്ടെങ്കിൽ അവർ ആലോചിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഹൃദയസ്പർക്കായി സ്വാധീനിച്ച അത്ര ഇഷ്ടപ്പെട്ട ആൾക്കാർ മരിച്ചാൽ അവരൊന്ന് ആലോചിക്കുന്നു, മനസ്സിക്കൊണ്ട്. ശരി, അവരിപ്പോൾ എവിടെയാണ്? മണ്ണിന്റെ അടിയിലാണ്, അല്ലെ? മണ്ണിന്റെ അടിയിൽ. മിനിയാന്നാണ്, 4 ദിവസം മുന്നാണ് എന്റെ വല്യമ്മ മരിച്ച്, അള്ളാഹു സ്വർഗ്ഗം നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാവരെയും, നമ്മുടെ എല്ലാവരുടെയും വാപ്പാർക്കും ഉമ്മാർക്കും വല്യാപ്പാർക്കും വല്യമാർക്കും മരണപ്പെട്ടു പോയവർക്കും അള്ളാഹു സ്വർഗ്ഗം നൽകുമാറാകട്ടെ. അല്ലെ? നമ്മൾ മനസ്സിലാക്കണം അവരെവിടെയാണ്. അവരിപ്പോ മണ്ണിന്റെ അടിയിലാണ്, അല്ലേ? ആണ്, മണ്ണിന്റെ അടിയിലാണ്. മണ്ണിന്റെ അടിയിലുള്ള അവർ രക്ഷയോ ശിക്ഷയോ രണ്ടിലൊന്നും അനുഭവിക്കുന്നുണ്ടാവേ, ഉറപ്പാണ്, അല്ലേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അനുഭവിക്കുന്നത്? മനസ്സിക്ക് ശരിക്കും കൊണ്ടുവരട്ടോ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പിന്നെ ഞാൻ വീട് പറയാം, 2 വല്യമ്മ മരിച്ചുപോയി. ഇന്റെ 2 വല്യപ്പയും 2 വല്യമ്മയും എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്വർഗത്തിന്റെ അനുഭൂതിയും നരകത്തിന്റെ ശിക്ഷയും രണ്ടിലേതെങ്കിലും ഒന്നും ഉണ്ടാവില്ല അനുഭവിക്കുന്നത്? എന്റെ വല്യാപ്പ നാട്ടിൽ നിന്ന് പോകുമ്പോ ആ നാട്ടിലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, ആ നാട്ടിലത്തെ മുഴുവൻ കുറെ ആൾക്കാർ വലിയ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പോയ ആളെ, അവിടുത്തെ എന്താ ആളുകൾക്കിടയിൽ വലിയ സ്വീകാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗം നരകം? അല്ല. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, വിഷയമല്ല, അതൊന്നും വിഷയമല്ല. പോയപ്പോഴേക്കും മക്കൾക്ക് ജീവിക്കാൻ 2 ഏക്കർ ഉണ്ടായി കൊടുത്തു, മൂത്തോടെ കല്യാണം നടത്തി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണോ സ്വർഗം നരകം? അല്ല. എന്റെ വല്യാപ്പാട് വലുമാണ് ചോദിക്കാൻ, മുഹമ്മദ് അലിക്ക മരക്കാൾ മഹമ്മലേ, എന്റെ മക്കളെയും കുട്ടികളെയും പേരക്കുട്ടികളൊക്കെ നോക്കിയില്ലേ? അതിന്റെ ഇടയ്ക്ക് സുബൈ ബാങ്ക് കൊടുത്ത് പോയി പള്ളിയിൽ പോയിനിയോ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഓടി നടക്കുമ്പോഴേ ഒരു അല്ലാഹുവിന്റെ കിതാബിൽ ഒരു പേജെങ്കിലും ഓതിനിയോ? ബാക്കിയുള്ള പല കാര്യത്തിലും പൈസ ഇങ്ങനെ എടുത്തു വെക്കുമ്പോഴേ സക്കാത്ത് സ്വതക്കേറ്റ് വല്ലതും കൊടുത്തിനിയോ? ബാക്കിയുള്ള എല്ലാ സംഗതികൾക്കും നാട്ടിൽ നടക്കുന്ന കുട്ടികളുടെ വാർഷികത്തിന് പോണി കിടക്ക്. അല്ലാഹുവിന്റെ കിതാബ് പഠിക്കാൻ 1 മണിക്കൂറെങ്കിലും ആഴ്ച ചെലവഴിച്ചിനോ? ഈ ചോദ്യത്തിന്റെ വല്യപ്പാക്കും വല്യമാക്കും അതേന്നാണ് ഉത്തരം, സ്വർഗം. അല്ലാതാണെങ്കിലോ ബാക്കി ഉണ്ടാക്കിയത് മുഴുവൻ നട്ടത്തിലായി. ശരി, നമ്മളിപ്പോ എവിടെയാ? മണ്ണിന്റെ മുകളിൽ. നാളെ മറ്റന്നാളോ ഇതേ കാര്യം നമ്മൾ താഴ്ത്തിക്കൊണ്ട് വരും. നമ്മൾ മണ്ണിന്റെ അടിയിൽ. നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കണേ എന്തിന്റെ ബേസിലാമാരെ? എന്തിന്റെ ബേസിലാപ്പാരെ? ഈ ചോദ്യത്തിന്റെ ബേസിലാ നമ്മക്കും. എന്റെ മകൻ എഞ്ചിനീയറായി, അതുകൊണ്ട് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടൂല. ശരിക്കും എഴുതി വെക്ക മനസ്സിൽ. ഞാനൊരു പ്രസംഗത്തിന് വേണ്ടി അല്ലട പറഞ്ഞത്. എന്റെ മകൻ എഞ്ചിനീയറായി, എന്റെ മകൻ കൂലിപ്പണിക്കാരനായി, ഇതല്ല സ്വർഗത്തിന്റെ നരകത്തിന്റെ മാനദണ്ഡം. എന്റെ 2 കുട്ടികളെ കല്യാണം കഴിഞ്ഞു, 2 കല്യാണം കഴിയാത്ത മറ്റൊരാൾ, ഈ കഴിഞ്ഞോന് സ്വർഗം കഴിയാത്തവന് നരകവും അല്ല. ഇതിന്റെ അർത്ഥം എന്താ? ഇത് ചെയ്യേണ്ടെന്ന് അല്ല. ജീവിതത്തിന്റെ ലക്ഷ്യം ഇതല്ല.
ജീവിതത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടി പോകുന്നിടയിൽ അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങളാണിത്. പടച്ചോ നിശ്ചയിച്ച കാര്യമാണ്. ഞാൻ എന്റെ മുഴുവൻ മക്കൾക്കും സ്വത്ത് എഴുതി, മുഴുവൻ ആളുകൾക്കും 1.5 ലക്ഷം വീതം സ്വത്തെഴുതി വെച്ചു. 1 ഉറുപ്യ സ്വതക്ക ഞാൻ മരിച്ചതിന് ശേഷം ഒരു പള്ളിക്ക്, ദീനിയായ പ്രവർത്തനത്തിന്, ഒരു മദ്രസക്ക് ഒരു ബെഞ്ചെങ്കിലും കൊടുക്കാതെ എന്റെ മക്കൾക്ക് മുഴുവൻ 5.5 ലക്ഷം എഴുതി കൊടുത്ത് ഞാൻ മരിച്ചുപോയി. എന്റെ കബർക്ക് എന്താ കൂട്ടരുള്ളത്? എന്റെ കബർക്ക് എന്താ ഉള്ളത്? ഇതാലോചിക്കുന്നിടത്താണ് ഒരു മുജാഹിദ് ഉണ്ടാകുന്നത്, ഒരു മുഅ്മിൻ ഉണ്ടാകുന്നത്, ഒരു മുസ്ലിം ഉണ്ടായി തുടങ്ങുന്നത് അവിടെയാണ്. വിശ്വാസികളായ നമ്മളോട് പടച്ച തമ്പുരാന്റെ പ്രവാചകൻ എന്താ അള്ളാഹുവിന്റെ ആയത്ത് ശരിക്കും നമ്മൾ കേൾക്കുക. പ്രവാസികളായ നമ്മൾ ചുമരുമ എഴുതി ഒട്ടിക്കേണ്ട ആയത്താണ് സൂറത്ത് ഖസസ് 28-ാമത്തെ അധ്യായം. സൂറത്ത് ഖസസിലെ 77-ാമത്തെ ആയത്ത് നമ്മുടെ വീട്ടുകാരോട് എഴുതി ഒട്ടിക്കാൻ വേണ്ടി പറഞ്ഞ ആയത്താണ്. ശരിക്ക് എന്റെ മനസ്സിനെ തോന്നിട്ടോ അള്ളാന്റെ ആയത്തോ കേട്ടായത്താണ്. അള്ളപ്പ തന്ന സൗകര്യം ഉണ്ടല്ലോ, എന്തായിക്കോട്ടെ, ഒരു മാസം 1500 റിയാലാണോ ശരി, എന്താണോ അതുണ്ടല്ലോ, ആ 1500 കൊണ്ട് എന്താണോ സ്വർഗത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. അള്ളപ്പ തന്ന 24 മണിക്കൂറിൽ 8 മണിക്കൂറാണോ നമുക്ക് വഴിയുള്ളത്? ബാക്കിയൊക്കെ പണിയാണോ? 8 മണിക്കൂർ കൊണ്ട് എന്താ സ്വർഗത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. നമ്മളും നമ്മുടെ ഏളാപ്പാരും മൂത്താപ്പാരും എല്ലാരും കൂടി വേണോ? അത് നമ്മൾ ഒറ്റക്കാണോ? ഒറ്റക്കായി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി. പക്ഷെ ഒന്നുണ്ട്, അള്ള തന്നത് കൊണ്ട് സ്വർഗം കാണും. അടുത്ത വാക്ക് എന്താ? അടുത്ത നമ്പരാന്റെ വാക്ക് അതിന്റെ അർത്ഥം ദുനിയാവിന്റെ കാര്യത്തിന് മക്കൾക്കോ കുടുംബത്തിനോ വാക്കുകൾക്കൊന്നും വേണ്ടി ഒന്നും ചെയ്യേണ്ടതാണോ? അല്ല, അത് ചെയ്തോളി. പക്ഷെ അടുത്ത വീണ്ടും അള്ള പറയട്ടോ, എടാ ഗൾഫിലേക്ക് വരാൻ പോലും ആശ ഉണ്ടായിട്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട്, നമ്മളെക്കാളും പരീക്ഷ പാസ്സായിട്ട് വരാൻ പൈസ ഇല്ലാതെ നാട്ടിൽ നിൽക്കുന്ന 100 കണക്കിന് സാധാരണക്കാരുണ്ട്. അവരെക്കാളും മാർക്ക് കുറഞ്ഞിട്ട് പടച്ചോ നമുക്ക് നല്ല ജോലി ഉണ്ടല്ലേ, നല്ലൊരു സാഹചര്യം തന്നില്ലേ, അതിന് പടച്ചോ നമ്മൾ തിരിച്ചൊന്ന് നന്ദി കാണിക്കണ്ടേ? ആ ബോധം ഈ ജീവിതത്തിനൊക്കെ ഉണ്ടാകണം കേട്ടോ. നമ്മുടെ മനസ്സിലുണ്ടാണ് ഇത്, നമ്മുടെ മനസ്സിലുണ്ടാണ്. ചോളത് ഞാൻ അങ്ങനെ പറയാൻ തരും, നമുക്കാർക്കും ഇത് പറഞ്ഞില്ല. എല്ലാരും തരും. ഞാൻ ഇടയ്ക്കട്ടെ പറഞ്ഞു വീട്ടിലെത്തി കാര്യങ്ങൾ ബാക്കിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒക്കെ ചെയ്യണം. ഇനി നമ്മൾ വന്നത് അല്ല, ഇവിടെ സ്ഥിര താമസാക്കാനല്ല. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ ദുനിയാവ് മരിച്ചു പോയാൽ, ഞങ്ങളുടെ നാട്ടിലാണ് കവളപ്പാറ, നിങ്ങൾ എല്ലാവരും കവളപ്പാറ എന്താ പാതാളൊക്കെ, എന്റെ ഭാര്യ വീടിന്റെ 1.5-2 കിലോമീറ്റർ പുറത്താണ് ഈ പറഞ്ഞ 2 സ്ഥലവും. പറ്റുമെങ്കിൽ നാട്ടിലേക്ക് വരുമ്പോ ഞാൻ ടൂർ പോകണമെന്നല്ല, എന്നാലും നിങ്ങൾ പറ്റുമെങ്കിൽ കുടുംബസമേതം ഒന്നും ഒരു പാതാള പറഞ്ഞ സ്ഥലത്ത് പോയാൽ ഈ TV കാണുന്നതോ വീഡിയോ കാണുന്നല്ല, ഒന്നുമല്ല. വലിയ പ്രദേശം പോയി ഇന്നിങ്ങനെ കണ്ടാൽ നമ്മുടെ ഈ റൂമിൽ കൊള്ളാവുന്ന ഒരു 10 കല്ല് കൊള്ളും ഈ റൂമിൽ ഒന്നായിട്ട്. അങ്ങനെയുള്ള വലിയ കല്ലുകൾ ഒരു നാട് മുഴുവൻ. ആ നാട്ടിൽ പോയിട്ട് നമ്മളൊരാൾ പറയട്ടോ, ഇവിടെ റേഷൻ കട ഉണ്ടായിരുന്നു, ആൾക്കാർ ഊറിച്ചിരിക്കും ബെഡായിന്ന് പറഞ്ഞിട്ട്. റേഷൻ കട ഉണ്ടായിരുന്നെങ്കിൽ റേഷൻ കടയുടെ ഒരു ബോർഡിന്റെ ഒരു വാക്കിന്റെ ഒരു കട്ടമെങ്കിലും ഭൂമി കാണണ്ടേ? കണ്ടില്ല സോങ്ങളെ, എത്ര വീടറിയോ, എത്ര കട? ഒന്നാകുള്ള ഒരു നാട് മൊത്തം കല്ലുകൾ മാത്രം. അമ്പലം നിന്നിടത്ത് പാറടിയിൽ അവിടെയുള്ള ആൾക്കാർ വന്നിട്ട് പറയാം, ഇവിടെ നിന്ന് ഞങ്ങള് രാവിലെയും രാത്രിയും തൊഴുതിരുന്ന അമ്പലം ഇപ്പൊ അവിടെ ചെന്നാൽ കരിമ്പാറ ഇങ്ങനെ ചെരിച്ച് കെട്ടിയ പോലെയാണ്. ഒന്നുമില്ല സോമനെ. അവിടെയാണ് ഇന്ന് നിലമ്പൂര് പോയാൽ ഒരു ഫ്ലെക്സ് ബോർഡ് ഇങ്ങനെ കാണാം, ജിരിന്നോ എന്തോ പേര്, സാധു ചെക്കൻ. അവൻ നാട്ടിൽ മണ്ണ് വീഴ്ച ഉണ്ടാകും എന്നറിഞ്ഞിട്ട് അവനവന്റെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ അമ്മ എടുക്കാൻ വേണ്ടി അവൻ പോയി. നിലമ്പൂരിൽ നിന്ന് പോയി കവളപ്പാറ വരെ പോയി. അമ്മ വാതിലടച്ച് ബൈക്കിൽ കയറാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. മണ്ണണിടിഞ്ഞു. JCB കൊണ്ട് ബോഡി എടുക്കുമ്പോ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ ഇരുന്ന് മരിച്ചവനായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. തെളിച്ചിട്ടല്ല, ഇങ്ങനെ ഇരുന്നിട്ടാ മരിച്ചത്. വീട്ടിലേക്ക് ഫോൺ കോൾ വന്നിരുന്നു സോങ്ങളെ. എന്തിനറിയോ? മയ്യത്ത് കുളിപ്പിക്കാൻ ഉമ്മാനോട്, ടീച്ചറെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വരുമോ? എങ്ങനെയാണ് മയ്യത്ത്? അരക്ക് മുകളിലേക്കാ കിട്ടുന്നത്. അരക്ക് മുകളിലേക്ക് നോക്കിയിട്ട് സ്ത്രീയാണോ പുരുഷനാണോ തീരുമാനിക്കുക. കയ്യാ കിട്ടുന്നത്, കാലാ കിട്ടുന്നത്. നമ്മൾ ഈ കണ്ട പോലെ എന്നല്ല അനുഭവിച്ചത്. സോ ഇതൊക്കെ എന്താ നമുക്ക് പറഞ്ഞു തന്നെ അറിയോ?
ഒരുപാട് ആഗ്രഹവും കിനാവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ അള്ളാഹു അങ്ങനെ കൊണ്ടുപോകുമ്പോഴും നമുക്ക് സമാധാനം ഉണ്ടാകുന്ന എന്താ അറിയോ? പടച്ചോനെ ഉള്ള സമയം കൊണ്ട് കഷ്ടപ്പാടും പ്രാരാധം ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നാഥ, എന്റെ റസൂലുള്ള കഷ്ടപ്പെട്ട പോലൊന്നും ഞാൻ കഷ്ടപ്പെടില്ല. റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ നേരത്തെ നമ്മളിങ്ങനെ പറയും, ജൂതൻ പടയെങ്കി എന്നൊക്കെ നമ്മൾ കേട്ടു, അല്ലെങ്കിൽ നല്ല കാര്യം. പക്ഷെ കൂടുതൽ ഒരു കാര്യം കൂടി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു തോൽസഞ്ചി ഉണ്ടായിരുന്നു. പ്രവാചകൻ എന്ത് ചെയ്തു? തോൽസഞ്ചി വിറ്റു. പ്രവാചകൻ 7 ദിർഹം കിട്ടി. പ്രവാചകൻ ആർക്കെങ്കിലും കടം ഞാൻ മറന്നുപോയതെന്ന് ചോദിച്ചു. 3 സഹാബാക്കൾ ഓരോന്നുണ്ട് റസൂലുള്ളാഹി, ഓരോരുത്തർക്ക് വേണ്ടി ബാക്കി 4 ദിർഹം ഉണ്ട്. പ്രവാചകൻ നേരെ ആയിഷ റളിയല്ലാഹു അൻഹ 4 ദിർഹം കൊടുത്തു. അപ്പൊ ആയിഷ പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ ഭാഷയിലൂടെ കേട്ടോ അങ്ങനെ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ഇത് പെട്ടെന്ന് സാധുക്കളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. കൊടുക്കണം എന്ന് പറഞ്ഞു. പ്രവാചകൻ അപ്പോഴേക്ക് ബോധം കെട്ടു. ബാക്കി നമ്മൾ കേട്ടതാണ്. പ്രവാചകൻ അന്ത്യസമയങ്ങൾ വെള്ളം തലയിലേക്ക് കോരി ഒഴിച്ചു. പ്രവാചകൻ ബോധം തെളിഞ്ഞ ഉടനെ 2 കാര്യം വെച്ച്, നിസ്കാരത്തിന് സമയമായോ, അടുത്തെന്തായോ, ആയിഷ നീ അത് കൊടുത്തോ? റസൂലുള്ളാഹിയോട് ആയിഷ റളിയല്ലാഹു അൻഹ, റസൂൽ നിങ്ങൾ ബോധം പോയി കിടക്കണ സമയല്ലേ, എങ്ങനെയൊക്കെ കൊടുക്കാം, ഞാനെ പറ്റി ആലോചിച്ചില്ല. പ്രവാചകൻ വീണ്ടും ബോധം പോയി. വീണ്ടും പ്രവാചകന്റെ തലയിലൂടെ വെള്ളം ഒഴിച്ചു. പ്രവാചകൻ തിരുമേനി എഴുന്നേറ്റ് വീണ്ടും ചോദിച്ചു, നിസ്കാരത്തിന് സമയമായോ, അടുത്ത ആയിഷ നീ അത് കൊടുത്തോ? ആയിഷ ഇതേ കാര്യം, റസൂലുള്ളാഹി താങ്കൾക്ക് ബോധമില്ലാതെ ഞാനിങ്ങനെ പുറത്തു പോവുക. റസൂലുള്ളാഹിന്റെ വാക്കെന്താ? ആയിഷ 4 ദിർഹം കയ്യിലുണ്ടായിട്ട് പാപ്പലായി നാളെ പരലോകത്ത് ഞാൻ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കണമെങ്കിൽ ജിന്റെ കാര്യം നോക്കി ഇവിടെ നിന്നട്ടോ. ജിന്റെ കാര്യം നോക്കി ഇവിടെ നിന്നോ. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ കൊണ്ടുവരി. നമ്മുടെ കുടുംബത്തിനും ബാക്കിയുള്ളവർക്കും ഒക്കെ വേണ്ടി അധ്വാനിക്കണ കൂലിയുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് അവനാന്റെ നിസ്കാരം, അവനാന്റെ സുബഹിയും, അവനാന്റെ ജമാഅത്തും, ഒരു ദിവസം പേരെങ്കിലും ഖുർആൻ ഓതാനും, അള്ളാന്റെ മാർഗത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാനും, ദീനിയായ കാര്യങ്ങൾ ഒരുമിച്ച് കൂടാനും, അതിന് നമ്മളും നമ്മുടെ കുടുംബവും ഒത്തൊരുമിക്കാനും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ നഷ്ടം നമ്മളാണ്. ഒരു സംഭവം പറഞ്ഞ അവസാനിക്കും. ഒറ്റ സംഭവം. അലി റളിയല്ലാഹു അൻഹു രാത്രി അവനവന്റെ പരലോകവും മരണത്തിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങിയാൽ നടക്കുമ്പോ സഹാബാക്കളെ മറമാടി. ഈ സംഭവമാണ് ഈ ക്ലാസിന്റെ ആകത്ത് കേട്ടോ. എന്ത് പറഞ്ഞാൽ ഈ സംഭവം മറക്കാൻ മതി. അലി റളിയല്ലാഹു അൻഹു ജന്നത്തു ബഖീ സഹാബാക്കളെ മറമാടിയ സ്ഥലത്തിൽ ഇങ്ങനെ പോയി ആത്മകഥ നടത്താറില്ലേ, ഒറ്റക്കിങ്ങനെ നിന്നിട്ട്. കൂടെ നിന്ന ആൾക്കാരാണ്, കൂടെ ജീവിച്ച ആൾക്കാരാണ് കിടക്കണേ സഹാബാക്കൾ. കരഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിന്നിട്ട്, മാഹുബാറക്കും എന്തൊക്കെ ഉണ്ടടാ നിങ്ങളെ വർത്താനം, അത് കേൾക്കുന്ന വിചാരിച്ചില്ല കേട്ടോ. ആത്മകഥ നടത്താറില്ലേ, എന്നിട്ട് പറയാൻ എന്തു വർത്താനല്ലേ, എന്നാൽ നിങ്ങൾ പോയതിനു ശേഷം എന്തൊക്കെ ഇവിടെ സംഭവിച്ചു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ. പ്രവാസികളെ, അല്ലാഹു പറയാൻ നമ്മൾ മരിച്ച അവിടെ എന്താ സംഭവിക്കാൻ? ഇന്ന ബുയൂത്തക്കും ഖദ് സുകിനത്, നിങ്ങളുടെ വീടുകളിൽ ബാക്കിയുള്ളവർ താമസം തുടങ്ങി. വ ഇന്ന അംവാലക്കും ഖദ് ഖുസിമത്, നിങ്ങളുടെ പൈസ അനന്തരാവകാശികൾക്ക് സ്വത്തോഹരിച്ചു കൊടുത്തു. വ ഇന്ന അസ്വാജക്കും ഖദ് സുവ്വിജത്, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ രണ്ടാമത് വിവാഹം കഴിക്കുകയും ചെയ്തു. ഒന്നുകൂടി പറയട്ടോ, എന്താണ് അവസ്ഥ? നിങ്ങൾ പോയതിനു ശേഷം ഇവിടുത്തെ അവസ്ഥ പറഞ്ഞുതരാം. നമ്മൾ പോയ അവിടെ എന്താ സംഭവിക്കുക കൂട്ടരെ? നമ്മൾ കരുതാണ് നമ്മൾ പോയാൽ ലോകത്ത് പലതും സംഭവിക്കും. കുടുംബാകലമുറയിട്ട് കരയും. ബാക്കി ഒന്നും ഈ ദുനിയാവ് സംഭവിക്കുക. ഒന്നും ഈ ദുനിയാവിൽ 1 മണിക്കൂറിലപ്പുറം ഒരാൾക്ക് ഫോണ് നോക്കാതിരിക്കാൻ കഴിയില്ല. മരണ വീട്ടിൽ 1 മണിക്കൂറിലപ്പുറം. നിങ്ങൾ അല്ലാന്ന് പറയുന്ന വാക്കെന്തറിയോ? ഇന്ന ബുയൂത്തക്കും ഖദ് സുകിനത്, 10-20 കൊല്ലം ഗൾഫിൽ പോയിട്ട് ഉണ്ടാക്കിയ വീടില്ലേ അല്ലേ? അന്ന് എന്തെങ്കിലും ദീനിയായ കാര്യം കേൾക്കുമ്പോ പറ്റൂല, കൊടുത്താ പിന്നെ വീട് പണിക്കൊന്നും ഉണ്ടാവില്ല, ബാക്കിയൊന്നും ഉണ്ടാവില്ല. നീ ജമാഅത്തിനും സുബൈക്കും കൂടി പോകാതെ വീട് പണിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്നിട്ട് നീ ഉണ്ടാക്കിയ വീടുണ്ടല്ലോ, പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ 1 സെന്റ് ഭൂമി പോലും പള്ളിക്കൊടുക്കാതെ എല്ലാവർക്കും പാടുണ്ടാന്ന് വിചാരിച്ച് നീ ഉണ്ടാക്കിയ വീടുണ്ടല്ലോ, അതിലേ ബാക്കിയുള്ളവർ താമസം തുടങ്ങിട്ടോ. ഈ അടി കിടക്കല്ലേ, ബാക്കിയുള്ളവർ താമസം തുടങ്ങി. അടുത്തത് നിന്റെ പൈസ സക്കാത്തോ സ്വതക്കയോ ഒന്നും കൊടുക്കാതെ ഹലാലും ഹറാമും അതൊന്നും നോക്കാനാണ് ഈ ഗൾഫ് കയറാൻ നിൽക്കണം. ഹലാലും ഹറാമും നോക്കാനാണ് ഈ നാട്ടിൽ നിന്നൂടെ. ഗൾഫിൽ വരണോന്ന് ചോദിച്ചിട്ട് നീ ഉണ്ടാക്കിയ പൈസ ഉണ്ടല്ലോ, അത് അനന്തരാവകാശികൾ ഓഹരി വെച്ചു. അടുത്ത് ജീവിക്കുന്ന കാലത്ത് ഞാൻ അങ്ങനെ പോയിട്ട് എന്റെ ഭാര്യനോട്, എടി ഇവിടെ ഒരു മുഴങ്ങനെ വന്നിക്കണ്, ക്യാൻസർ ആണ് ആവലെയാണ്
വായിക്കണം, നിങ്ങൾ വേണ്ടാത്തൊന്നും പറയലിട്ടോ. ഓളെ കണ്ട് കല്യാണം കഴിഞ്ഞപ്പോ ഇത കാത്തുക്കേനി ഇസ്ലാമിലെ കഴിയണല്ലോ, അതുകൊണ്ടാണ് നമുക്ക് പിന്നെ അത് കയ്യും വേണ്ടല്ലോ, അതുകൊണ്ട് സമാധാനാണ്. നമുക്കത് കയ്യും വേണ്ട. നമ്മളെ ഇതേ ദുനിയാവിൽ നടക്കുള്ളൂ. ഇതിനർത്ഥം ഇതൊക്കെ നിർത്തിക്കണമല്ല. നമ്മൾ ഈ കൂടിയ ഈ ടീമുണ്ടല്ലോ, ഈ ദീനിയായ ചുറ്റുപാടും ഇനി പോകരുത്. ഇതേ ഉണ്ടാവുള്ളൂ. ശരിക്കും ആലോചിച്ചോ, ഇതേ ഉണ്ടാവുള്ളൂ. ദീനിയായ മുഴുവൻ പ്രവർത്തനത്തിനും വെളിച്ചം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദീനിയായ മുഴുവൻ സംവിധാനങ്ങളിലും നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ശാരീരികം, സാമ്പത്തികം, സമയം അധ്വാനിക്കാം. മക്കൾ ഗൾഫിക്ക് ഇവിടെ നിന്ന് മക്കൾക്ക് വിളിക്കുമ്പോ പറഞ്ഞു കൊടുക്കുക, മോനെ വായിച്ചിട്ട് ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതിയിട്ട് പാപ്പാന്റെ കുട്ടി പുസ്തകം എടുക്കണം കേട്ടോ. പെണ്ണുങ്ങളോട് സംസാരിക്കും പറയാം, എടി ഞാൻ തന്നെ പൈസയില് എന്തെങ്കിലും ആൾക്കാർ വരുമ്പോ നല്ല കാര്യമാണെങ്കിൽ അതിൽ കുറച്ച് പൈസ എടുത്ത് കൊടുത്തോണ്ടിട്ടോ. സോങ്ങളെ, സഹോദരിമാരെ, ഉമ്മാരെ, ഉപ്പാരെ, അങ്ങനത്തെ ഒരു ശീലം ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ ആളുകൾക്ക് മനസ്സിലാവും എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യതാണ്. നാളെ മറ്റന്നാൾ ഈ ദുനിയാവും നമ്മൾ മരിച്ചു പോകുമ്പോഴേ ഭാര്യയും കുട്ടികൾക്കും ജീവിക്കാൻ അവിടെ കെട്ടിടോ, സ്ഥലോ, മക്കളെ കല്യാണോ, ഓർക്ക് വിദ്യാഭ്യാസോ, ഓർക്ക് ശമ്പളോ. നമ്മളെ മണ്ണിന്റെ അടിക്ക് നമ്മൾക്ക് മരക്ക് വരുമ്പോഴേ നമുക്ക് അല്ലാഹുവോട് പറയാൻ ഒരു സംഗതി പോലും ഇല്ലാത്തവരായി നമ്മൾ മാറരുത്. അതാണ് ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിത്തം. ഏറ്റവും വലിയ വിഡ്ഢിത്തം കാര്യം, നാട്ടുകാർക്ക് മുഴുവൻ എല്ലാം ചെയ്ത് നാളെ പരലോകത്ത് ഒന്നുമില്ലാത്തവനായി വരിക ആകരുത്. ബുദ്ധിമാൻ അങ്ങനെയല്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം ശരിക്കും മനസ്സിലാക്കി ഈ തന്ന സൗകര്യത്തിനനുസരിച്ച് നമ്മളാൽ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളിലും സജീവമായി നമ്മളും നമ്മുടെ കുടുംബവും ഇടപെട്ട് ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും കരുണാവാദിയായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ശാരീരികമായും സാമ്പത്തികമായും ചിന്താപരമായും അധ്വാനിച്ച എല്ലാ ആളുകൾക്കും നാഥ, പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നാഥ ഖൈറും ബറക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മുവഹ്ഹിദുകളായ ഞങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും പരസ്പര സൗഹാർദ്ദവും നിലനിർത്തുകയും ഛിദ്രതയില്ലാതെ ഭിന്നതയില്ലാതെ ഒരേ മനസ്സോടുകൂടി തൗഹീദിന്റെ വഴിയിൽ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ നാഥ നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ജോലി തേടി വന്നിട്ട് ഇതുവരെ ജോലി ശരിയാകാതെ പ്രയാസപ്പെടുന്ന ആൾക്കാർ, നിലവിലുള്ള ജോലി സാമ്പത്തികമായി ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, റഹ്മാനായ നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും നാഥ നീ ഖൈറും ബറക്കത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരിക്കൽ പോലും എത്ര വീട്ടിയാലും വീടാത്ത കടമയുള്ളവർ, റഹ്മാനായ നാഥ ആ വാപ്പാക്കും ഉമ്മാക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഹീദിന്റെ ഈ ദീനിയായ വശം, തൗഹീദിന്റെ ദീപശിഖ ഞങ്ങൾക്ക് കൈമാറി മരണപ്പെട്ടു പോയ ഞങ്ങളുടെ നല്ലവരായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, നാഥ നീ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അത്തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വഅഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.